ഹായ് നമസ്കാരം, സന്ദീപാണ്. ഞാൻ ഇപ്പോൾ ഡെയിലി മീറ്റ് ചെയ്യുന്ന LIC ക്ലയൻസിനെ, ഓക്കെ, ക്ലയൻസ് എന്ന് പറയാൻ പറ്റില്ല, LIC പോളിസി എടുത്തിട്ടുള്ള ആൾക്കാർ, ഓക്കെ, ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആൾക്കാരും അങ്ങനെ പറയാം, ഓക്കെ, LIC പോളിസി എടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ പോളിസി എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് മിക്കവാറും ആൾക്കാർക്കുള്ളത്, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ LIC പോളിസി ഞാൻ എടുത്തിട്ടുണ്ട്, ഓക്കെ. ബട്ട് ക്വസ്റ്റ്യൻ ഈസ് എന്തിനു വേണ്ടി എടുത്തു എന്നുള്ളതാണ് നാച്ചുറൽ, ഓക്കെ. അപ്പോൾ LIC പോളിസി എടുക്കൽ മേ ബി അവരുടെ ആരെങ്കിലും ബന്ധുവായിട്ടുള്ള ഒരു ഏജൻറ്റ്, അതല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള ഒരു ഏജൻറ്റ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു ഏജൻറ്റ് വന്ന് ചോദിക്കുന്നു, LIC ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ആളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനോ, അതല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു മൂഡിൽ നമ്മൾ ഒരു പോളിസി എടുത്ത് പോവുകയാണ്, ഓക്കെ. അതർ ദാൻ ദാറ്റ്, ഓക്കെ, നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റേ മാറുകയാണ്, ഓക്കെ. തിങ് ഈസ് ദാറ്റ് LIC പോളിസി എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ ഒട്ടനവധി പോളിസികളുണ്ട്, ഓക്കെ. നിങ്ങൾ വെറുതെ ഒരു പോളിസി എടുക്കുക എന്നതിലുപരി ഒരു ആളെ ഒഴിവാക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ആളെ എന്താ പറയുക ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ തനിക്ക് വേണ്ടിയാണെങ്കിൽ കൂടി പോളിസി അറിഞ്ഞെടുക്കുക, ഓക്കെ. നിങ്ങൾ പലയിടത്തും നിക്ഷേപങ്ങൾ ഫിക്സഡ് ആയിക്കോട്ടെ, അല്ല പല രീതിയിലായിട്ടുള്ള ഡെപ്പോസിറ്റുകൾ നടത്തിയിട്ടുണ്ടാവും, അല്ലേ. ഇവിടെ എങ്ങും കിട്ടാനാകാത്ത പേഴ്സൻറ്റേജ് ഓഫ് റിട്ടേൺസ് LIC ലഭിക്കും എന്നുള്ളൊരു വസ്തുത കൂടി മനസ്സിലാക്കുക. ആൻഡ് മറ്റൊരിടത്തും ഇന്ത്യയിൽ മറ്റൊരിടത്തും LICയെ പോലെ ജീവിതകാലം മുഴുവൻ, അതായത് ലൈഫ് ലോങ്, ഓക്കെ, ആജീവനാന്തം നമുക്ക് റിട്ടേൺസ് തരുന്ന പദ്ധതികൾ മറ്റെവിടെയില്ല, ഓക്കെ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് സെറ്റിലാക്കാനാണെങ്കിൽ LIC നിക്ഷേപം നല്ല ഒരു ഓപ്ഷനാണ്, ഓക്കെ. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ലൈഫ് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സന്ദീപിനെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.